സന്തോഷമുണ്ടെങ്കിൽ ശക്തമായി കരങ്ങൾ കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് സന്ധ്യാസമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിന്റെ പാദപീഠത്തിൽ വന്ന് ഒരു കുടുംബമായി IPCയുടെ കീഴിൽ എന്ന് മാത്രമല്ല, അതിനപ്പുറത്തായിട്ട് വിലപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ രക്ഷകനായ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ദൈവമക്കളെന്ന് ദൈവത്തിന്റെ ഭവനക്കാരാണ് ഒരുമിച്ച് ഇന്ന് സന്ധ്യയ്ക്ക് കൂടുവാൻ സർവശക്തനായ ദൈവം തന്ന ഈ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ ദൈവമക്കളെയും ഇന്ന് രാത്രി ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വിശേഷ ഈ കോൺഫറൻസിന്റെ ഇന്ന് സന്ധ്യാസമയത്ത് മീറ്റിംഗിന്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ തോമസ് കോശി അവർ, എനിക്ക് പിന്നാലെ ദൈവത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ ദൈവത്തരായിട്ടിരിക്കുന്ന ദാസൻ പാസ്റ്റർ KC ജോൺ അവർ, ഇന്ത്യ സഭയുടെ കേരളത്തിലും വിവിധ പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ ശക്തമായ നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസന്മാർ പാസ്റ്റർ KC തോമസ്, പാസ്റ്റർ PLP തോമസ് തുടങ്ങിയ ദൈവത്തിന്റെ ദാസന്മാർ അനേക, എല്ലാവരുടെ പേരുകൾ ഞാൻ പറയുന്നില്ല, സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഇന്ത്യ ദൈവസഭയ്ക്ക് ശക്തമായി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ, ഈ അമേരിക്കയിൽ, നോർത്ത് അമേരിക്കയിൽ വിവിധ ഇടങ്ങളിൽ കർത്താവിന്റെ മൂത്തുമേറിയ ശ്രേഷ്ഠമായ നിലയിൽ ചെയ്യുന്ന ദൈവത്തിന്റെ ദാസന്മാർ, പ്രിയപ്പെട്ടവരെല്ലാവരോടും ചേർന്ന് ഈ വചനമായി നിൽപ്പാൻ ദൈവം ഒരുക്കിയ ഈ കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കോൺഫറൻസിന്റെ കൺവീനറായിരിക്കുന്ന കർത്താവദാസൻ പാസ്റ്റർ അലക്സ് വെട്ടിക്കൽ, അദ്ദേഹം എന്റെ സ്നേഹിതനാണ്. പ്രിയ കർത്താവദാസനെ ദൈവം ഉപയോഗിക്കുന്നതിനൊക്കെ ഈ കോൺഫറൻസിന് വേണ്ടി എത്രമാത്രം പ്രവർത്തനങ്ങളുണ്ടെന്നും കഷ്ടപ്പാടുകൾ സഹിക്കുന്നുണ്ടെന്നും അറിയാൻ ഒന്നുകൂടി ഇടയായിത്തീർന്നത് ഇതിന്റെ സെക്രട്ടറി ഞങ്ങളുടെ ചർച്ചിന്റെ മെമ്പറാണ് ജോയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഓട്ടങ്ങളും അധ്വാനങ്ങളും എപ്പോഴും അവൈലബിൾ ആയിരുന്ന ദൈവദാസനെ ഒരു മിനിറ്റ് പോലും കിട്ടാത്ത അവസരങ്ങൾ വന്നപ്പോഴും ഒക്കെ എനിക്ക് മനസ്സിലായി അദ്ദേഹം എത്രമാത്രം എന്നിട്ട് പിറകിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പ്രിയ ദൈവദാസനായ ദൈവത്തിന് സ്തോത്രം, ട്രഷറർ തുടങ്ങി മറ്റ് ഈ കോൺഫറൻസിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ ദൈവദാസന്മാരും, പ്രത്യേക ഇങ്ങനെ എന്നെയും കൂടെ ഈ വചന ശുശ്രൂഷയ്ക്കായിട്ട് കണ്ട ദൈവപ്രേരണ വന്നപ്പോൾ അതിന് കീഴ്പ്പെട്ട പ്രോഗ്രാം കമ്മിറ്റിയിലുള്ള ദൈവദാസന്മാർ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട്, തുടർന്ന് ഒരു വാക്ക് പോലും മുഖവരിയായിട്ടോ ഒരു ബൊമ്മയായിട്ടോ പറയുവാൻ ആഗ്രഹിക്കാതെ കർത്താവ് തന്ന വചന ശുശ്രൂഷയുടെ ഭാഗത്തേക്ക് കിടക്കുവാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവമക്കൾ എന്നോടൊപ്പം കടന്നു വന്നാൽ, എനിക്കറിയാം ഈ കോൺഫറൻസിൽ വരാത്ത എന്റെ ചർച്ചിലുള്ള വിശ്വാസികൾ ഞാൻ ഇവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഉപവാസത്തിൽ പ്രാർത്ഥനയിലുമാണ്. ഇവിടെ അതുകൊണ്ട് സഭ ഈ കോൺഫറൻസിന് വേണ്ടി വളരെ നാളുകളായി പ്രത്യേക വചനത്തിൽ ഞാൻ ശുശ്രൂഷിക്കുന്നതിപ്പോൾ ആ ശുശ്രൂഷയെ ഓർത്ത് പ്രത്യേക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം ദൈവത്തിന്റെ ആത്മാവിന് ഇന്ന് രാത്രി നമ്മുടെ മധ്യേ പ്രവർത്തിപ്പാനുണ്ട്. അവൻ നമ്മോട് സംസാരിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരിക്കൽ കൂടെ ശക്തമായി നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 41 മുതൽ 48 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് രാത്രി ലക്ഷ്യത്തേക്കായി വായിക്കാൻ ആഗ്രഹിക്കുന്നത്. Gospel of Luke chapter 12 verses 41 through 48. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 41 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് വായിക്കും. കർത്താവേ, ഈ ഉപമ പറയുന്നത് ഞങ്ങളോടോ എല്ലാവരോടും കൂടെയോ എന്ന് പത്രോസ് ചോദിച്ചതിന് കർത്താവ് പറഞ്ഞത്, തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കേണ്ടത് യജമാനൻ തന്റെ വേലക്കാരുടെ മേലാക്കി വയ്ക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗൃഹവിചാരകൻ ആണ്. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ തനിക്ക് സകലത്തിനും അവനെ വിചാരകനാക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. 45-ാം വാക്യം, എന്നാൽ ദാസൻ യജമാനൻ താമസിച്ചേ വരികയുള്ളൂ എന്ന ഹൃദയത്തിൽ പറഞ്ഞ് ബാല്യക്കാരെയും ബാല്യക്കാർത്തികളെയും തല്ലുവാനും തിന്നുകുടിച്ച് മതിപ്പാനും തുടങ്ങിയ അവൻ നോക്കിയിരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും ദാസന്റെ യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിക്കുകയും അവൻ അവിശ്വാസികളോടുകൂടെ പങ്ക് കൽപ്പിക്കുകയും ചെയ്യും. 47-ാം വാക്യം, യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടി കിട്ടും. അറിയാതെ കണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറെ അടി കിട്ടും. വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും. അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. ഈ ഭാഗത്ത് നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാതെ ദൈവത്തിന്റെ ആത്മാവ് തന്ന
ആശയങ്ങൾ ദൈവമക്കളുമായി ഇന്ന് രാത്രി പങ്കുവയ്ക്കുവാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമുക്കറിയാം, ഇതിന്റെ മുൻപിലുള്ള പാസേജസ് വായിച്ചാൽ ഒരു വിവാഹ സദ്യക്കായി കടന്നുപോയ യജമാനൻ തിരികെ മടങ്ങി വരുമ്പോൾ കഥക തുറക്കത്തക്ക നിലയിൽ എപ്പോഴും ഒരുങ്ങിയിരിക്കുന്ന ദാസനെ പറ്റി യേശുദമ്പുരാൻ ഒരു ഒരുക്കത്തെ പറ്റി പഠിപ്പിക്കുകയാണ്. ഈ പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഒരുക്കത്തെ പറ്റി ഒരു വാണി കൊടുക്കുകയാണ്. ഈ വാണി കൊടുക്കുന്ന സന്ദർഭത്തിൽ എന്റെ സമയത്തിന്റെ പരിധി എനിക്കറിയാവുന്നത് കൊണ്ട് വളരെ വേഗത്തിൽ ഞാൻ പോകുന്നു. ദൈവങ്ങൾ എന്റെ കൂടെ മനസ്സിലാക്കി പ്രാർത്ഥനയോടും നിങ്ങൾക്ക് കൂടെ തരികയാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കർത്താവിന്റെ മടങ്ങി വരവിനെ പറ്റി ഒരു വാണിംഗ് കൊടുത്തപ്പോ കൂടെ നിന്ന പത്രോസിന്റെ ഒരു സംശയം, ഇത് ഞങ്ങളോട് തന്നെയാണോ? ഞാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു. പത്രോസ് ഇപ്രകാരം ചിന്തിച്ചു കാണും, കർത്താവേ, ഞങ്ങളോട് ഇങ്ങനെ ഒരു വാണിങ്ങിന്റെ ആവശ്യമുണ്ടോ? ഞങ്ങള് എല്ലാം വിട്ട് എല്ലാം ഉപേക്ഷിച്ച് നിന്റെ പുറകെ വരാൻ തുടങ്ങിയിട്ട് ചില വർഷങ്ങളായി. മാത്രമല്ല, ഞങ്ങൾക്കെന്ന് പറയുന്നത് ഞങ്ങൾക്കുള്ളത് മുഴുവൻ നിനക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ചില നാളുകളായിട്ട് നിന്റെ പേരല്ലാതെ ഒന്നും ഞങ്ങൾ നാമം എടുക്കുന്നില്ല. മാത്രമല്ല, നീ എപ്പോ വന്നാൽ നിന്റെ കൂടെ തന്നെ നിൽക്കണമെന്ന ആഗ്രഹത്തോടെ ഞങ്ങൾ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ കൂട്ടത്തിന് ഒരു വാണിങ്ങിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് പത്രോസിന്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ചിന്ത വന്നു, കർത്താവേ, ഇത്രയും ഒരുങ്ങിയിരിക്കുന്ന, ഇത്രയും പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് ഈ വാണിങ്ങിന്റെ ആവശ്യമില്ലായിരിക്കും. അതോടെ ഞങ്ങളോടായിരിക്കത്തില്ല, ഈ പുരുഷാരത്തോടായിരിക്കും. പത്രോസിന്റെ സംശയം തോന്നി കർത്താവിനെ ചോദിച്ചു, കർത്താവേ, ഇത് ഞങ്ങൾക്കുള്ള വാണിങ്ങാണോ അതോ ഈ കാണുന്ന ജനത്തിന് മറ്റുള്ളവർക്കായിട്ടുള്ള വാണിങ്ങാണോ? ഈ ചോദ്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് കർത്താവ് നമ്മളിവിടെ വായിച്ച വേദഭാഗം ഇവർക്ക് സ്പഷ്ടമാകത്തക്ക നിലയിൽ പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. കർത്താവ് ഈ ചെയ്യുന്ന ഒരു കാര്യം, കുഞ്ഞുങ്ങൾ, നിങ്ങൾ ചിലപ്പോൾ കുറെ വർഷമായിട്ട് എന്റെ പുറകിലായിരിക്കാം. നിങ്ങളെല്ലാം വിട്ടു എന്ന സാക്ഷ്യം നിങ്ങൾക്ക് പറയാൻ കണ്ടേക്കാം. നിങ്ങൾ ചില നാളുകൾക്ക് മുമ്പേ എല്ലാം ഉപേക്ഷിച്ചു എന്ന് പറയാൻ കണ്ടേക്കാം. ഇന്നത്തെ കോൺടെക്സ്റ്റിൽ പറഞ്ഞാൽ കുറെ നാളുകൾക്ക് മുമ്പേ പാർശ്വേദികളിൽ ജീവിച്ച് നന്നായി കഷ്ടപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് പറയാൻ കണ്ടേക്കാം. കഴിഞ്ഞ നാളുകളിൽ നിന്നെ സ്നേഹിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് എന്നൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ടെസ്റ്റിമോണി പറയാൻ കണ്ടേക്കാം. പക്ഷേ മക്കളെ, നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പാസ്റ്റിൽ നിങ്ങൾ വിട്ടതിനേക്കാൾ, പാസ്റ്റിൽ നിങ്ങൾ ഉപേക്ഷിച്ചതിനേക്കാൾ, പാസ്റ്റിൽ നിങ്ങൾ കൂടെ നടന്നതിനേക്കാൾ, പാസ്റ്റിൽ നിങ്ങൾ ചിലവിട്ടതിനേക്കാൾ, പാസ്റ്റിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്റെ മടങ്ങി വരവിൽ നിങ്ങൾ എത്ര വിശ്വസ്തരായി നിൽക്കും, അതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളെ, ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ കണ്ടേക്കാം. പാസ്വേദികളിൽ ജനിച്ചു വളർന്നവരെന്ന് പറയാൻ കണ്ടേക്കാം. ഇത്രത്തോളം കൊണ്ടുവന്നു എന്ന് എന്നെ പോലുള്ളവർക്ക് ഈ സ്റ്റേജിൽ നിന്ന് പറയാൻ കണ്ടേക്കാം. പട്ടിണി കടന്നെന്ന് പറയാൻ കണ്ടേക്കാം, വലവിട്ടെന്ന് പറയാൻ കണ്ടേക്കാം, പടകു വിട്ടെന്ന് പറയാൻ കണ്ടേക്കാം, എന്തെല്ലാം 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 അനുഭവങ്ങൾ പറയാൻ കണ്ടേക്കാം. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന് ഈ IPC ഫാമിലി കോൺഫറൻസിന്റെ രണ്ടാം രാത്രി ദൈവജനത്തോട് സംസാരിക്കാനുള്ളത് പാസ്റ്റിൽ ബ്രൂഡോവർ ചെയ്തവരായിരിക്കാനല്ല. നമ്മുടെ കർത്താവ് എപ്പോൾ വന്നാലും വിശ്വസ്തരായി നിൽക്കുവാനുള്ള ദൈവജനത്തിനെപ്പോൾ ദൈവം നമ്മെ ബുദ്ധി ഉപദേശിക്കും. രണ്ടാമത്തെ കാര്യം കർത്താവ് പറയുകയാണ്, മക്കളെ, നിങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്നതിനേക്കാൾ എനിക്കറിയാം. നിങ്ങൾ ഈ സാക്ഷിയൊക്കെ പറയുന്നുണ്ടല്ലോ, പക്ഷെ എനിക്ക് നന്നായിട്ട് അറിയാം. വെറുതെ നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു കക്ഷി പണത്തിന്റെ മഞ്ഞളപ്പ് കാണുമ്പോ എന്നെ തള്ളിപ്പറയുക മാത്രമല്ല, എന്നെ ഒറ്റുകൊടുക്കുന്ന ഒരുത്തൻ ഈ കൂട്ടത്തിൽ നിൽപ്പുണ്ട്. അന്നേരം ഈ പുള്ളി ഞങ്ങൾക്കാണോ ഈ വാണിങ്ങെന്ന് പറഞ്ഞ് നിൽക്കുന്ന കൂട്ടത്തിലുണ്ട്. മതം മറ്റുള്ളവർക്കാണോ? പക്ഷേ കേട്ടോ പറഞ്ഞ് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തൻ ആരെങ്കിലും കുറെ കാലം കഴിയുമ്പോൾ പണം കാണുമ്പോൾ, സിൽവർ കാണുമ്പോ, സിൽവർ കോയിൻ കാണുമ്പോ നിങ്ങളിൽ ഒരുത്തൻ എന്നെ ഒറ്റുകൊടുക്കുന്ന ഒരുത്തൻ ഈ കൂട്ടത്തിലുണ്ട്. മാത്രമല്ല, ഒരു ബാല്യക്കാരത്തെയോ ഒരു പടയാളിയോ പേടിപ്പിക്കുമ്പോ ഇവനെ എനിക്ക് അറിഞ്ഞുകൂടാകുന്ന ഒരുത്തൻ ഈ കൂട്ടത്തിലുണ്ട്. മാത്രമല്ല, അല്പം പീഡന
കർത്താവ് ഈ കാര്യം പഠിപ്പിച്ചിട്ട് ഇനി ആ സ്റ്റോറിയിലേക്ക് നമുക്ക് കടന്നു വരാം. ആ സ്റ്റോറി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കർത്താവ് പറയുക, ഞാൻ ഇനി ഒരു ഉദാഹരണം പറയാൻ പോവുകയാണ്. ആ സ്റ്റോറിയിലൂടെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം ആരോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ജനത്തോടാണോ അതോ ഇവിടെയുള്ള നിങ്ങളോടാണ്? പത്രോസിന്റെ ആ ചോദ്യത്തിന് കർത്താവ് മറുപടി പറയുക. ഈ സ്റ്റോറി നമുക്കറിയാം, പ്രധാനപ്പെട്ട പല വ്യക്തികളുണ്ടെങ്കിലും പ്രധാനമായി രണ്ട് കൂട്ടരെ നമ്മൾ കാണുന്നു. ഒന്ന് ഒരു മാസ്റ്ററാണ്, ഒരു യജമാനൻ. ഈ യജമാനന് പറയാനുള്ളത് ഈ ഗൃഹത്തിന് മുഴുവൻ ഉടയവൻ അവനാണ്. അവന് ഈ ഗൃഹത്തിലുള്ള സർവ്വ സമ്പത്തിനും അവനാണ് ഉടയവൻ. ഈ ഭവനത്തിന്റെ ഉടമസ്ഥൻ അവനാണ്, ഈ സമ്പത്തിന്റെ ഉടമസ്ഥൻ അവനാണ്, ലാൻഡിന്റെ ഉടമസ്ഥൻ അവനാണ്, ദാസന്മാരുടെ ഉടമസ്ഥൻ അവനാണ്. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ഭവനത്തിൽ അനുഭവിക്കുന്ന സർവ്വതിനും ഉടയവനായ ഒരുത്തനുണ്ട്. ഈ രാത്രി ആ മാസ്റ്റർ മറ്റാരുമല്ല, ദൈവഗൃഹത്തിന്റെ ഉടയവനായ നമ്മുടെ കർത്താവ് തന്നെയാണ്. ഈ രാത്രി വചനം കേൾക്കുന്ന ദൈവവൈതലെ, നമ്മൾ എന്തെങ്കിലും അനുഭവിക്കുന്നെങ്കിൽ, ഈ ഭവനത്തിൽ ഒരു ബ്ലെസ്സിംഗ് അനുഭവിക്കുന്നെങ്കിൽ, ഈ ഒരു ഭവനത്തിൽ ശുശ്രൂഷ അനുഭവിക്കുന്നെങ്കിൽ, ഈ ഭവനത്തിൽ ആരോഗ്യം അനുഭവിക്കുന്നെങ്കിൽ, ഈ ഭവനത്തിൽ സമ്പത്ത് അനുഭവിക്കുന്നെങ്കിൽ, ഈ ഭവനത്തിൽ ആരെങ്കിലും നമ്മെ പുകഴ്ത്തത്തക്ക നിലയിൽ ഏതെങ്കിലും ഒരു പദവിയിലേക്ക് ദൈവം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, രാത്രി ഒരു കാര്യം കൂടെ ഓർപ്പിക്കുകയാണ്. ഈ ദാനങ്ങൾക്കോ, ഈ സ്ഥാനങ്ങൾക്കോ, ഈ സമ്പത്തിനോ, ഈ ആരോഗ്യത്തിനോ, ഈ മഹിത്വത്തിനോ ഉടയവനായിട്ട് കർത്താവ് ആരെയും മാറ്റിവെച്ചിട്ടില്ല. അവൻ മാത്രമാണ് ഇതിന്റെ ഉടമസ്ഥനായിരിക്കുന്നത്. ദൈവസഭയുടെ ഉടമസ്ഥൻ നമ്മുടെ കർത്താവാണ്. ഇന്ത്യ സഭയ്ക്ക് ഉടമസ്ഥൻ അത് കർത്താവാണ്. അത് പ്രസിഡന്റ് അല്ല, അത് വൈസ് പ്രസിഡന്റ് അല്ല, അത് സെക്രട്ടറി അല്ല, അത് ദൈവമാക്കി വെക്കുന്ന ഒരു പൊസിഷനുള്ളവരല്ല. അവരെല്ലാവരും തന്നെ ഒരു സ്റ്റീവാറായിരിക്കുമ്പോൾ രക്തം തന്ന് രൂപീകരിച്ച ദൈവസഭയ്ക്ക് ഉടമസ്ഥാവകാശം പറയുവാൻ ഒരൊറ്റ അവകാശമുള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശുവിന് മാത്രമേ. അതുകൊണ്ട് ഈ മാനേജറെ സംബന്ധിച്ചിടത്തോളം നോക്കിയ മാനേജർക്ക് ഉടമസ്ഥാവകാശം കൊടുത്തിട്ടില്ല. മാനേജരോട് ഇവിടുത്തെ ശ്രദ്ധിക്കുക, നമുക്കറിയാം ഈ മാനേജർ ഞാൻ കുറച്ച് ദൂരത്തേക്ക് പോവുകയാണ്, അതുകൊണ്ട് തീരെഴുതി നിനക്ക് തന്നെന്ന് പറഞ്ഞില്ല. ഞാൻ മടങ്ങി വരുന്നിടം വരെ ഇതിന്റെ ഓണർഷിപ്പ് കൈമാറുമെന്ന ഡീഡ് എഴുതി കൊടുത്തില്ല. അതിന് പകരം പറഞ്ഞു, നിന്റെ വിശ്വസ്തതയെ അളക്കേണ്ടതായിട്ട് എനിക്കുള്ളത് ഒരു പോർഷൻ ഞാൻ നിന്നെ ഏൽപ്പിക്കുക. അത് ചെറിയൊരു ഗ്രൂപ്പിനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുക. നിന്നെ ഏൽപ്പിക്കുമ്പോൾ ഒരു കാലത്ത് നീ ഒരു യജമാനൻ ഇടപെടുന്നവർ ഇടപെടരുത്. എനിക്ക് പകരം നിന്ന് ഇതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു സ്ഥിരമായിട്ട് മാത്രമാണ് നിന്നെ ഞാൻ ആക്കുന്നത്. അതാണ് അവിടെ കർത്താവ് ചെയ്യുന്നത്. മുൻപോട്ട് ഞാൻ പോകട്ടെ. ഈ ഗൃഹവിചാരകനെ തിരഞ്ഞെടുക്കുമ്പോൾ ഉള്ള ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? വേറെ പോകണ്ടല്ലോ, ക്രൈറ്റീരിയ അവിടെ പറഞ്ഞിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ യജമാനൻ പറയുക. നിങ്ങൾ വായിച്ച വേദഭാഗത്ത് നോക്കിയാൽ അറിയാം. അവിടെ പറഞ്ഞിരിക്കുകയാണ്, വിശ്വസ്തനും ബുദ്ധിമാനുമായ ഒരു ഗൃഹവിചാരകൻ. ഇത്രേ ഉള്ളൂ കാര്യം കർത്താവ് നോക്കുന്നത്. രണ്ട് ക്രൈറ്റീരിയ നോക്കിയാണ്. ഒന്ന്, he must be wise. അവൻ വൈസ് ആയിരിക്കണം. രണ്ട്, അവൻ വിശ്വസ്തനായിരിക്കണം. ഞാൻ ഇതിങ്ങനെ ചിന്തിച്ചു, കർത്താവ് ഇത് രണ്ടും മാനുഷികമായിട്ടായിരുന്നെങ്കിൽ എനിക്കാകാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ മനസ്സിലാക്കി, കർത്താവ് ഇത് രണ്ടും മാനുഷികമായിട്ട് നീ ഇഷ്ടമുള്ള ഒരാളെയായിരുന്നു നോക്കിയതെങ്കിൽ എന്നേക്കാൾ എത്രയോ ഫിലോസഫേഴ്സ് ലോകത്തുണ്ടായിരുന്നു, എഡ്യൂക്കേറ്റഡ് മെൻ ആൻഡ് വിമൻ ഇവിടെ ഉണ്ടായിരുന്നു. വിശ്വസ്തരെയാണ് നീ നോക്കിയതെങ്കിൽ പൗലോസപ്രസോവൻ പോലും പറയുന്നു, എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ഈ ശുശ്രൂഷയ്ക്ക് ആക്കി വെച്ച എന്ന ദൈവത്തിന്റെ സ്തോത്രമുണ്ട്. അങ്ങനെയാണെങ്കിൽ വിശ്വസ്തത നോക്കിയിരുന്നെങ്കിൽ കർത്താവേ എനിക്ക് ഇവിടെ ആകാൻ പറ്റുന്നില്ല. പിന്നെ എന്താ ഇതിന്റെ കാര്യം? മാസ്റ്റർ പറയാനുള്ളത്, മോനെ ഈ വിഷ്ണു എന്ന് പറഞ്ഞ ഇവിടുത്തെ തിയോളജി പഠിച്ച് ദൈവത്തിന്റെ ദൈവമുണ്ടോ ഇല്ലയോ എന്നൊന്നും തെളിയിക്കാനുള്ള വിശ്വത്തിന്റെ കാര്യമല്ല. ഈ വിശ്വം എന്ന് പറയുന്നത് ഓൾറെഡി മാസ്റ്റർ നിനക്ക് തന്നിരിക്കുന്ന ഈ വിഷയത്തെ നീ ഒന്ന് കൈകാര്യം ചെയ്യാൻ പഠിച്ചാൽ മതി. പ്രാക്ടിക്കലി കൈകാര്യം ചെയ്യാൻ പഠിച്ചാൽ മതി. ഈ രാത്രി വചനം കേൾക്കുന്ന ദൈവത്തോട് ഞാൻ പറയാം, വിദ്യാഭ്യാസത്തിന്റെ കൂടുതൽ കൊണ്ട് കിട്ടുന്ന ഒരു കാര്യമല്ല ഈ ജ്ഞാനം എന്ന് പറയുന്നത്. റിസർച്ച് കൊണ്ട് കിട്ടുന്ന ഒരു കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ജ്ഞാനം എന്ന് പറയുന്നത്. യേശു നമ്പുരാൻ അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് ഈ
ലോകത്തിലുള്ള ജ്ഞാനികളെ ലജ്ജിപ്പിക്കേണ്ടതിന് ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ലോകത്തിലുള്ള ബലവാന്മാരെ ലജ്ജിപ്പിക്കേണ്ടതിന് ബലഹീനമായത് തിരഞ്ഞെടുത്തു. ലോകത്തിലുള്ള കുലഹീനന്മാരെ ലജ്ജിപ്പിക്കേണ്ടതിന് കുലഹീനമായതിനെ നികൃഷ്ടമായതിനെ ദൈവം തിരഞ്ഞെടുത്തു. ഞാൻ ഈ ഭാഗം പ്രസംഗിക്കുമ്പോൾ സാധാരണ പറയാറുണ്ട്, തിരഞ്ഞെടുപ്പിലാണെങ്കിലും അങ്ങനെ ദൈവം ഒരിക്കലും നിർത്തിയിട്ടില്ല. ബലഹീനനെ ദൈവം തിരഞ്ഞെടുത്തെങ്കിലും, ഭോഷനെ ദൈവം തിരഞ്ഞെടുത്തെങ്കിലും, കുലഹീനനെ ദൈവം തിരഞ്ഞെടുത്തെങ്കിലും, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടതിന്, അവന്റെ ഗൃഹത്തെ മാനേജ് ചെയ്യേണ്ടതിന്, അവൻ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യേണ്ടതിന് അവൻ ആദ്യം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവൻ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ അവൻ നിറയ്ക്കുകയാണ്. ഈ മുഖ്യരായ പത്രോസിനെയൊക്കെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്കറിയാമല്ലോ കർത്താവ് അതാണ് ചെയ്തത്. മാത്രമല്ല, ഇനി പോകുന്ന പോക്കിൽ ആർക്കെങ്കിലും ജ്ഞാനം കുറവാണെന്ന് തോന്നിയാൽ അതും വിഷമിക്കണ്ട. ജ്ഞാനത്തിന്റെ ഉറവിടമായ അവന്റെ മുന്നിൽ മുട്ടുകുത്തിയാൽ മതി. ഈ ജ്ഞാനം എന്നിവിടെ പറഞ്ഞ ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കാൻ, അവന്റെ പെർസ്പെക്റ്റീവ്, മാസ്റ്റർ പെർസ്പെക്റ്റീവ് കാര്യങ്ങളെ കാണാനുള്ള ഒരു കഴിവാണിത്. ഇവിടെ നിന്നുകൊണ്ട് ഒരുത്തന് ജ്ഞാനം കുറവാണെങ്കിൽ യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ അവിടെ മുട്ടുകുത്താൻ, നിങ്ങൾ കരയെ, ജ്ഞാനത്തിന്റെ ഉറവിടം ഒരുത്തനുണ്ട്, അവന്റെ മുന്നിൽ ചെന്ന് നിങ്ങൾ കരഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്, ഭത്സിക്കാതെ. ഭത്സിക്കാതെ ഒരുമിച്ചേർന്ന് പറയാമോ? ഭത്സിക്കാതെ. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ചില ട്രാൻസ്ലേഷനിൽ വിത്തൗട്ട് ഫൈൻഡിങ് ഫോൾട്ട്. അവനോട് ചെന്ന് ചോദിച്ച്, നമ്മളല്ല അല്ലെങ്കിൽ ഇങ്ങോട്ട് ചെയ്യുന്ന ചില കക്ഷികളെ എന്തെങ്കിലും ആവശ്യമായിട്ട് ഇങ്ങോട്ട് വന്നാൽ നമ്മൾ അന്നേരം പറഞ്ഞതിന് ഇതുപോലെ സംഭവിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. അവൻ ഏതായാലും വന്നതിന്റെ മുന്നിൽ മുട്ടുകുത്തി എന്ന് വന്നതല്ലേ, അവന്റെ കുറ്റങ്ങളും കുറവുകളും ചിന്തിച്ചോണ്ട് മനസ്സിലൊന്ന് പ്രാപിക്കൊണ്ട് തലകൊട്ടൊന്ന് കൈവച്ച് പ്രാർത്ഥിച്ച് ജ്ഞാനം കൊടുത്തനെ. എന്നാൽ എന്റെ കർത്താവിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? കഴിഞ്ഞ നാളുകളിൽ നിന്റെ കുറവുകളെ നോക്കാതെ, നമ്മുടെ അവിശ്വസ്തതകളെ നോക്കാതെ, കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഹൃദയം പൊട്ടി കരഞ്ഞുകൊണ്ട് അവന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു ദൈവത്തിന്റെ കഴിഞ്ഞ കാലത്തെ പാപങ്ങളെ അക്കമിട്ട് എണ്ണി നിരത്താതെ ഹൃദയം പൊട്ടി കരയുന്നവന് കൊടുക്കുന്നവനാണ് നാം സേവിക്കുന്ന നമ്മുടെ മാസ്റ്റർ. ഇതറിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ഒരിക്കൽ കൂടെ നമ്മൾ ദൈവത്തെ ലോകത്തിലുള്ള മനുഷ്യർ പാസ്റ്ററായാലും വിശ്വാസിയായാലും കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അതനുസരിച്ച് അളവ് കുറയ്ക്കുമ്പോൾ ഞാനും നിങ്ങളും സേവിക്കുന്ന ഈ ഗൃഹത്തിന്റെ ഉടമസ്ഥനായ മാസ്റ്റർ നമ്മളെ ജ്ഞാനത്താൽ നിറയ്ക്കുന്നത് നമ്മുടെ പാസ്റ്റ് നോക്കിയല്ല, നമ്മുടെ പാപത്തെ കണക്കിട്ടല്ല, നമ്മുടെ ലംഘനത്തിന്റെ ലിസ്റ്റ് എഴുതിയല്ല, നാം കൊള്ളാകുന്നവനാണോ അല്ലയോ എന്ന് നോക്കിയല്ല. ഹൃദയം പൊട്ടി കരയുമ്പോ, അവനോട് ഇത് ചോദിക്കുമ്പോ, കണ്ണുനീർ ഒഴിക്കുമ്പോ, നിലവിളിക്കുമ്പോ ഹൃദയത്തിന്റെ തകർച്ച കണ്ട് അവൻ ജ്ഞാനം നൽകി തരുന്നത്. രണ്ടാമതോടെ പറഞ്ഞിരിക്കുക, വിശ്വസ്തരായിരിക്കണം, വിശ്വസ്തരായിരിക്കണം. വിശ്വസ്തതയ്ക്ക് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതാണ് ട്രസ്റ്റ്വർത്തിനെസ്. ഒരു സ്റ്റുവാർഡിനെ പറ്റി നോക്കുമ്പോ ട്രസ്റ്റ്വർത്തിനെസ് അവിടെ നോക്കുന്നത്. പക്ഷേ വിശ്വസ്തരായിരിക്കാനുള്ള സോഴ്സ് ഈ അനുമാനം കൊടുത്തിട്ടുണ്ട്. ചുമ്മാ ചോദിക്കാൻ വിശ്വസ്തരായിരിക്കണം. വിശ്വസ്തനായിരിക്കാനുള്ള സോഴ്സ് അത് അവസാന ഭാഗങ്ങൾ വന്നാൽ അറിയാം. അവന്റെ ഇഷ്ടം, മാസ്റ്ററുടെ ഇഷ്ടം എന്താണെന്ന് വളരെ വ്യക്തമായി ഈ ഗൃഹവിചാരകനെ മാസ്റ്റർ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല, അവന് വേണ്ടുന്ന പവർ, അവന് വേണ്ടുന്ന അതോറിറ്റി ഈ മാസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഇത് രാത്രി ദൈവത്തിൽ ഇരിക്കുന്ന ദൈവത്തോട് ഞാൻ പറയട്ടെ, മാനുഷികമായ നിലയിൽ നമ്മുടെ കഴിവ് കൊണ്ട് വിശ്വസ്തരായിരിക്കാൻ നമുക്ക് കഴിയത്തില്ലെങ്കിൽ മാസ്റ്റർ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഈ കഴിവുകളിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ ബലഹീനമായ മനുഷ്യന്റെ ഈ ചിന്തകളെ, ഹൃദയത്തിന്റെ നിലയെ മനസ്സിലാക്കിക്കൊണ്ട് മാസ്റ്റർ രണ്ട് കാര്യങ്ങൾ ചെയ്തു. അവന്റെ ഇഷ്ടം നമുക്ക് വെളിപ്പെടുത്തി തരാൻ അവൻ വിശുദ്ധ തിരുവചനത്തെ നമുക്ക് നൽകി തന്നു. എത്ര ദൈവമക്കളുണ്ട് നമ്മുടെ ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ട് അവന്റെ ഹിതം വെളിപ്പെടുത്തി തരാൻ, അവന്റെ ഇഷ്ടം നമ്മെ പഠിപ്പിക്കാൻ, അവൻ എന്താ പ്രതീക്ഷിക്കുന്നെന്ന് പറയാൻ, അവൻ എന്താ ഈ ഗൃഹവിചാരകനിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് അറിയാൻ അവന്റെ ഹൃദയം പകർന്നു തന്നുകൊണ്ട് ഈ വിശുദ്ധ തിരുവചനം നമ്മുടെ കയ്യിൽ തന്നു. അവന്റെ ദാസന്മാരിലൂടെ പരിശുദ്ധാത്മാവിലൂടെ അവന്റെ ഇഷ്ടത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. രണ്ട്, ഈ തിരുവചനം അതുപോലെ അനുസരിക്കാൻ പഴയ
അതിന് ആ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പുതിയ നിയമത്തിലുള്ള ദൈവമക്കൾക്ക് ഗൃഹവിചാരകന്മാർക്ക് പിതാവായ ദൈവം ഈ മാസ്റ്റർ ഒരു കാര്യം ചെയ്തു. നമ്മൾ ബലഹീനരാണ് കണ്ടുകൊണ്ട് അവന്റെ ശക്തി അവൻ നമുക്ക് പകർന്നു തന്നു. ഹല്ലേലൂയ. അവന് വേണ്ടി സമർപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ വിശ്വസ്തരാക്കി നമ്മെ നിർത്താൻ കഴിവുള്ള പരിശുദ്ധാത്മാവിന്റെ ഡിപ്പോസിറ്റ് നമ്മുടെ ഉള്ളിൽ അവൻ പകർന്നു തന്നു. ഇനി നാം വിശ്വസ്തരായിരിക്കണമെന്ന് സ്വർഗ്ഗം പ്രതീക്ഷിക്കുമ്പോ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ അറിവ് കൊണ്ടോ നമ്മുടെ വിശ്വസ്തത കൊണ്ടോ അല്ല, ഉള്ളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ യജമാനന് വേണ്ടി വിശ്വസ്തരായി തീരണമെന്ന് കർത്താവ് നമ്മെ പറ്റി പ്രതീക്ഷിക്കുക. ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന പദവി. ഷാജി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ബലഹീനനായ മനുഷ്യനാണ്. എന്നാൽ കർത്താവിന് വേണ്ടി വിശ്വസ്തരായി നിൽക്കണമെങ്കിൽ എന്റെ കഴിവ് കൊണ്ട് പറ്റത്തില്ലെന്ന് മനസ്സിലാക്കി എന്റെ പൊന്ന് തമ്പുരാൻ, ഈ സഭയുടെ മാസ്റ്റർ, എന്റെ രക്ഷകൻ എനിക്ക് വേണ്ടി ചെയ്ത ഒരു വലിയ കാര്യമുണ്ട്. എന്റെ ബലഹീനതയെ മനസ്സിലാക്കിക്കൊണ്ട്, എന്റെ കഴിവുകളിനെ മനസ്സിലാക്കിക്കൊണ്ട്, എന്റെ തിന്മയെ മനസ്സിലാക്കിക്കൊണ്ട് എന്നെ നിവരെ നിർത്തേണ്ടതിന്, എന്നെ ലോകത്തിന്റെ കറപ്ഷനിൽ നിന്ന് വിടുവിക്കേണ്ടതിന് അവൻ ഒരു കാര്യം ചെയ്തു. ഉയരത്തിൽ ഒരു വലിയ ശക്തിയെ അവൻ എന്നിലേക്ക് അയച്ചു. അത് അനുഭവിക്കുന്ന ദൈവമക്കൾ, അതിൽ സന്തോഷിക്കുന്ന ദൈവമക്കൾ നമ്മുടെ കരങ്ങളൊന്ന് അടിച്ചു ദൈവത്തെ ഈ രണ്ട് കാര്യങ്ങൾ അവന്റെ ഇഷ്ടം അവൻ നമുക്ക് പറഞ്ഞു തന്നു. എനിക്ക് വളരെ വേഗത്തിൽ ഞാൻ മുൻപോട്ട് പോവുകയാണ്. ഒന്ന്, അവന്റെ ഇഷ്ടം അവൻ മനസ്സിലാക്കി തരേണ്ടതിന് ദൈവത്തിന്റെ വചനം. രണ്ട്, ഇത് അനുസരിക്കാൻ നമ്മൾ ബലഹീനരായതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവൻ പകർന്നു. എന്നിട്ട് കർത്താവ് പറയുക, ഇത് നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് ഈ റിസോഴ്സസ് നിങ്ങൾ ഉപയോഗിക്കണം. ഇന്ന് നമുക്ക് പറ്റിയിരിക്കുന്ന അബദ്ധം എന്താണെന്ന് അറിയാം. ഇത്രയും വലിയ റിസോഴ്സസ് നമുക്കുണ്ടായിട്ട് നമ്മൾ അതിനെ ഉപയോഗിക്കാതെ നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളെ ആശ്രയിച്ചു, നമ്മുടെ ജഡത്തെ ആശ്രയിച്ചു, പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിന് കാതു കൊടുക്കാതെ, ആ ശബ്ദത്തിന് ഈടിയാതെ നമ്മുടെ കഴിവിലും നമ്മുടെ മിടുക്കിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ മഹിമയിലും നമ്മുടെ പ്രസ്ഥാനത്തിലും നമ്മുടെ ആരോഗ്യത്തിലും നമ്മുടെ കുടുംബത്തിലും ഒക്കെ നമ്മൾ പുകഴ്ച കണ്ടെത്തുന്നത് കൊണ്ട് നമ്മൾ പരാജയപ്പെടുന്നു. കുടുംബം പരാജയപ്പെടുന്നു, സഭ പരാജയപ്പെടുന്നു, വേർപെട്ട് നിൽക്കേണ്ട പ്രസ്ഥാനങ്ങൾ അത് പരാജയപ്പെട്ടു പോകുന്നു. ഇന്ന് രാവിലെ ദൈവം അറിയാം, ഉള്ളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് കീഴ്പ്പെടാമെങ്കിൽ അവൻ നമ്മെ തെറ്റിക്കയില്ല, അവൻ നമ്മെ സത്യത്തിലേക്ക് വഴി നടത്തും. പ്രതിഭകളോട് പറഞ്ഞു, തിരികെ വരുമ്പോ ഇത് ചെയ്ത് കാണുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നിശ്ചയമായിട്ട് എന്താ ഭാഗ്യം പറയാം. അവിടെ പറഞ്ഞിരിക്കുക റിവാർഡ് പറയുക, റിവാർഡോട് പറഞ്ഞിരിക്കുക പറയുക, നീ ഇത്രയും നേരം ചെറിയ കാര്യത്തിൽ എന്റെ ഒരു ഗ്രൂപ്പ് മാത്രം, ഒരു ചെറിയ പോർഷൻ മാത്രമേ നിന്നെ ഏൽപ്പിച്ചിരുന്നുള്ളൂ. പക്ഷെ അതിൽ വിശ്വസ്തരായിരിക്കാമെങ്കിൽ അധികം നാളുകൾ കഴിയുമ്പോൾ യജമാനൻ കടന്നു വരും. യജമാനൻ കടന്നു വന്ന് ഏൽപ്പിച്ച കാര്യത്തിൽ, അത് സഭയെങ്കിൽ സഭ, കുടുംബമെങ്കിൽ കുടുംബം, മക്കളെങ്കിൽ മക്കൾ, സമ്പത്തെങ്കിൽ സമ്പത്ത്, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷ, നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന എന്താണെന്ന് എനിക്കറിയുന്നില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ക്രമാപരമായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ ആ സ്വത്തിൽ ഒരു പോർഷൻ മാത്രമേ ഏൽപ്പിച്ചിട്ടുള്ളൂ. അതിൽ നാം വിശ്വസ്തരായിരിക്കാമെങ്കിൽ യജമാനൻ കടന്നു വരാൻ പോകുമ്പോ എന്താ ചെയ്യുന്നത് അറിയാമോ? യജമാനൻ എന്തിന്റെ മേലൊക്കെ അധികാരമുണ്ടോ അതിന്റെ മേലൊക്കെയും അക്ഷരാർത്ഥത്തിൽ അധികാരം തരാൻ പോകുക, ആ പവർ പകർന്നു തരാൻ പോകുക. ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നു എന്റെ മാസ്റ്ററിന്റെ സർവ്വ സമ്പത്തിനും അവൻ നമ്മെ അവകാശിയാക്കുകയാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്, ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകട്ടെ, ഇത് നമ്മളോട് പറയുമ്പോൾ അത് തന്നെയാണല്ലോ ഇവിടെ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ദീപം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് വെളിപ്പാട് പുസ്തകത്തിൽ വളരെ ശക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന തിരുവചന ഭാഗം നമുക്ക് അവിടെ കാണാൻ തക്കണം സാധിക്കുന്നു. നമ്മൾ സ്വർണ്ണ സഭയോട് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? മരണപര്യന്തം നിങ്ങൾ വിശ്വസ്തരായിരിക്കണം, അല്ലെ? നിങ്ങൾ വിശ്വസ്തരായിരിക്കണം, എന്നാൽ നിങ്ങൾക്ക് എന്തോ കിട്ടും? ജീവ കിരീടം കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസ്തര ഏൽപ്പിച്ച കാര്യത്തിൽ വിശ്വസ്തരായിരുന്നാൽ ജീവ കിരീടം കിട്ടും. എന്നാൽ വിശ്വസ്തരല്ലെങ്കിൽ ആ ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. വിശ്വസ്തരായിരുന്നില്ലെങ്കിലോ അവിടെ പറഞ്ഞിരിക്കുക ദണ്ഡനം കിട്ടും. എന്നിട്ട് അവിശ്വാസികളുടെ കൂട്ടത്തിൽ
തള്ളി. ഞാൻ സമയം ചുരുക്കത്താൽ സമയം തീരാൻ ചില മിനിറ്റുകൾ കൂടെ മാത്രമേ എന്റെ മുൻപാകെയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എന്തായിരിക്കാം എവനെ അവിശ്വസ്തനാക്കി മാറ്റിയത്? രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളോട് ചിന്തിക്കാൻ. ഒന്ന്, അവൻ മനസ്സിലാക്കി ഇതുവരെ ഇതുപോലൊരു ഫ്രീഡം എനിക്ക് കിട്ടിയിട്ടില്ല. യജമാനൻ അവനെ രണ്ട് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായി. യജമാനൻ വളരെ വിദൂരതയിൽ പോയിരിക്കുന്നു. അവന്റെ സാന്നിധ്യം ഇവിടെ ഇല്ല. അവന്റെ കണ്ണുകൾ എന്നെ കാണുന്നില്ല. അതുകൊണ്ട് ഈ പീരീഡ് നോക്കിക്കൊണ്ട് എനിക്ക് ചെയ്യേണ്ടതല്ല ഞാൻ അങ്ങ് ചെയ്യാൻ പോകുക. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഞാൻ കാര്യങ്ങളെ അങ്ങ് റെഡിയാക്കിക്കൊള്ളാം. അവൻ ചിന്തിച്ചത് യജമാനന്റെ കണ്ണവനെ കാണുന്നില്ല. അവന്റെ സാന്നിധ്യം വളരെ വിദൂരമാണ്. അതുകൊണ്ട് ഈ പീരീഡ് കൊണ്ട് എനിക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യാൻ. വിശദീകരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇന്ന് വിശ്വസ്തരായിരിക്കാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ, വിശ്വസ്തരായിരിക്കാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾ അവിശ്വസ്തരായി തീരാൻ ഒരു കാരണം, പ്രധാനപ്പെട്ട കാരണം എന്തെന്നറിയാമോ? നാം പലപ്പോഴും ചിന്തിച്ചു പോകുന്നു, നാം ചെയ്യുന്നതല്ല അവൻ കാണുന്നില്ല എന്ന്, അവൻ വിദൂരതയിലായിരിക്കുന്നു എന്ന്. എന്നാൽ ഇന്ന് രാത്രി കമ്പി വാചകത്തിൽ ഞാൻ പറയട്ടെ, ഈ മാസ്റ്റർ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അല്ല. അവൻ അഗ്നി ജ്വാലക്കത്തെ കണ്ണുകൾ ഉള്ളവനാണ്. ശയനമുറിയിൽ പ്ലാൻ ചെയ്യുന്നത് ഇസ്രായേലിൽ വെളിപ്പെടുത്താൻ കഴിവുള്ളവനാണ്. അവനിൽ നിന്ന് മറച്ചു വയ്ക്കാൻ പറ്റുകയില്ല. സമുദ്രത്തിന്റെ അറ്റത്ത് പോയി பார்த்தாലും ഏതെല്ലാം ഭൂമണ്ഡലത്തിൽ പോയി பார்த்தாലും അവന്റെ കണ്ണിന് നമ്മളെ കാണുവാനായിട്ട് സാധിക്കും. നാം ധനം കൈകാര്യം ചെയ്യുമ്പോൾ, ശുശ്രൂഷകൾ കൈകാര്യം ചെയ്യുമ്പോൾ, സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ, ജോലി കൈകാര്യം ചെയ്യുമ്പോൾ, കുടുംബത്തെ മാനേജ് ചെയ്യുമ്പോൾ, കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഒരിക്കലും ചിന്തിച്ചു പോകരുത്, അറിയാതെ പോലും ചിന്തിച്ചു പോകരുത്, എന്റെ യജമാനൻ എന്നെ കാണുന്നില്ലെന്ന്. ഇന്ന് രാത്രി പാസ്റ്ററായി ശുശ്രൂഷ ചെയ്യുന്ന എന്നോട് ഉൾപ്പെടെ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ സംസാരിക്കട്ടെ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ സംസാരിക്കട്ടെ. അവൻ കാണുന്നില്ലെന്ന് പറഞ്ഞ്, അവന്റെ ഫിസിക്കൽ പ്രസൻസ് ഇല്ലെന്ന് പറഞ്ഞ് ഒരബദ്ധത്തിൽ നമ്മൾ ചെന്നപ്പെട്ടു പോകരുത്. അവിശ്വസ്തത നമ്മൾ കാണിക്കരുത്. അവന്റെ കണ്ണിന് നമ്മുടെ ഹൃദയങ്ങളെ കീറി മുറിച്ച് കാണാനുള്ള കഴിവുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ വിശ്വസ്തരായിരിക്കാൻ ദൈവം പ്രതീക്ഷിക്കുക. രണ്ടാമത്, ഈ ദാസനെ പറ്റിയ അബദ്ധം, അവന് മനസ്സിലായി എവിടോട്ടാ പോയിരിക്കുന്നത്. അവനെടുത്ത് കണക്ക് കൂട്ടി നോക്കി. കൂടാതെ പെരുന്നാൾ തൊട്ട് എല്ലാ പെരുന്നാളുകളുടെയും കണക്കൊക്കെ കൂട്ടി നോക്കിയപ്പോ അവന് പിടികിട്ടി ഇപ്പോഴൊന്നും വരാൻ പോകുന്നില്ലെന്ന്. കുറെ സമയങ്ങളിൽ ഏതായാലും ഇത്രയും വന്നില്ലല്ലോ, ഇനിയും വരാൻ താമസിക്കുമെന്ന്. പക്ഷേ എങ്കിൽ ഈ യജമാനൻ അങ്ങനെയുള്ള ഒരാളല്ല. കർത്താവ് പഠിപ്പിച്ചപ്പോ പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുമ്പോ പകലുള്ളിടത്തോളം അത് ചെയ്യണം. പകലുള്ളിടത്ത് എത്രയും വേഗത്തിൽ നമ്മൾ അത് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ കർത്താവിന്റെ വരവിനെ പറ്റി പറഞ്ഞിരിക്കുമ്പോ വളരെ ശക്തമായി തന്നെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. സഭയോടൊക്കെ പറയുമ്പോൾ ഞാൻ വേഗത്തിൽ വരികയും അവിശ്വസ്തരായിരിക്കുന്നവരെ, ദൈവത്തോട് ചേർന്ന് നിൽക്കാത്തവരെ പണിഷ് ചെയ്യാൻ, ദണ്ഡിപ്പിക്കാൻ ഇന്ന് രാത്രി ഒരു വാണിംഗ് ആയിട്ട് തന്നെ അതെടുക്കട്ടെ. പെന്തക്കോസ്തരായ വിശ്വാസികളെ, വേർപെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുക. അവന്റെ ഇഷ്ടം അറിഞ്ഞവരോട്, അവന്റെ വചനം ലഭിച്ചവരോട്, അവനെ ആത്മാവിൽ ആരാധിക്കുന്നവരോട്, അവനെ രക്ഷകനായി സ്വീകരിച്ചെന്ന് പറയുന്നവരോട് ഓരോ പ്രാവശ്യവും ദൈവത്തോട് അടുത്ത് വരുമ്പോ ഒരു കാര്യം ഓർത്തോ, നമ്മുടെ അക്കൗണ്ടബിലിറ്റി വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ പിതാവ് പലപ്പോഴും പ്രസംഗിച്ചപ്പോ പറയുന്ന ഒരു കാര്യമുണ്ട്, പെന്തക്കോസ്തുകാരൻ നരകത്തിൽ ചെന്നാൽ പിശാച് പമ്പരം പോലിട്ട് അവിടെ നടക്കുന്നു. പമ്പരം പോലെ മറ്റുള്ളവർ ചെല്ലുന്നവരല്ല. ഇവിടെ നേരെ പിശാചിനെ ശാസിച്ച് പോ പിശാച് എന്ന് പറഞ്ഞ് വചനം വിളിച്ചു പറഞ്ഞ് കുരുടർ സൗഖ്യമാകും, മുടങ്ങ ചാടി നടക്കും, പൊട്ടക്കണക്ക് എല്ലാം വിളിച്ചു പറഞ്ഞ് തരം വെച്ച് പിശാചിനെ ശാസിച്ച് നടന്ന പാസ്റ്ററോ വിശ്വാസികളോ നരകത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ സുഖം പരിപാടിയല്ലേ. അവിടെ മറ്റുള്ളവർക്ക് കിട്ടി ഹാസ്യമായിട്ട് അതൊക്കെ ഇപ്രകാരം പറഞ്ഞു, പെന്തക്കോസ്തുകാരൻ അവിടെ എത്തിയ പമ്പരം പോലിട്ട് കറങ്ങി കളയും. അതുകൊണ്ട് IPC ഫാമിലി കോൺഫറൻസിന്റെ ഈ രണ്ടാം രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, രക്തം തന്ന് വിലയ്ക്ക് വാങ്ങിയ ദൈവമക്കൾ, അല്ലെങ്കിൽ യേശുവിന്റെ രക്തം ജീവൻ കൊടുത്ത് രൂപം കൊടുത്ത ദൈവസഭയുടെ ഭാഗമായിരിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ളത്, പൊസിഷൻ കിട്ടിയില്ലെങ്കിലും സാരമില്ല, സമ്പത്ത് പോയാലും സാരമില്ല, പണം നഷ്ടമുണ്ടായാലും
അനുഗ്രഹമാണ്, പ്രതിഫലമാണ്. അവൻ എന്തെങ്കിലും അധികം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അധികം തന്നെ ചോദിക്കും. അവന്റെ ഇഷ്ടം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൻ ഞാണ്ടി കിട്ടും. ഇത് വിശുദ്ധ തിരുവചനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന് ഇന്ന് രാത്രി ദൈവമക്കളോട് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളിൽ ഒരു നിമിഷം ദൈവം കിടക്കാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ദൈവസഭയോട് അടുത്ത ഒരു മിനിറ്റിനുള്ളിൽ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാ ദൈവമക്കളും കണ്ണുകളോട് ഒരു നിമിഷം പ്രാർത്ഥിച്ചാൽ നമ്മുടെ വിശ്വസ്തതയോ നമ്മുടെ കഴിവോ നമ്മുടെ പാരമ്പര്യമോ നമ്മുടെ അറിവോ വിദ്യാഭ്യാസമോ ഒന്നും നോക്കിയല്ല ദൈവം തിരഞ്ഞെടുത്തത്. വെറും പോഷന്മാരായി നമ്മെ തിരഞ്ഞെടുത്തിട്ട് ഈ ജ്ഞാനവും തന്ന് വിശ്വസ്തരായി നിൽക്കാനുള്ള എല്ലാ റിസോഴ്സസും സ്വർഗത്തിൽ ദൈവം തന്നിരിക്കെ ഇന്ന് രാത്രി ഒരു നിമിഷം ഒരു ശോധന നടത്തി ചോദിച്ചാട്ട്, കർത്താവേ, ഞാൻ വിശ്വസ്തരായി നിൽക്കുന്നുണ്ടോ? വിശ്വസ്തരായി ശുശ്രൂഷ ചെയ്യുന്നുണ്ടോ? വിശ്വസ്തരായി അങ്ങേൽപ്പിച്ച കാര്യങ്ങളെ, എന്റെ കുടുംബത്തെ, എന്റെ സമ്പത്തിനെ, എന്റെ സമയത്തെ ഞാൻ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. ഈ കോൺഫറൻസ് ദൈവത്തോടുള്ള വിശ്വസ്തത പാലിപ്പാൻ ഒരു ശക്തിയായി എന്റെ ജീവിതത്തെ മാറ്റണമേ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അടിയനെ ഞങ്ങളുടെ വചനം കേട്ട ദൈവമക്കളെ ദൈവജനങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മനുഷ്യർക്കുള്ള നിലയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ മനുഷ്യമായ ചിന്തകളുണ്ട്, കുറവുകളുണ്ട്. എന്നാൽ അതിനെ അതിജീവിക്കത്തക്ക ദൈവത്തിന്റെ വചനത്തിന്റെയും ആത്മാവിന്റെയും ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ പകർന്നതോട് സ്തോത്രം. ആ റിസോഴ്സസിനെ ജ്ഞാനത്തോട് ഉപയോഗിക്കുക. കർത്താവേ, ശക്തിയോടെ ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി നിലനിൽപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് വരുമ്പോൾ അങ്ങയുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയത്ത് ലോക സംഭവങ്ങൾ അത് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ രാജ്യത്തെ നിയമങ്ങൾ അത് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവേ, വിശ്വസ്തതയോടെ അങ്ങയുടെ വരവിന് വേണ്ടി കാത്തിരിപ്പാൻ അടികളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ